വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി രാമക്ഷേത്രത്തിൽ കയറാൻ പോയപ്പോഴാണോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടായതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധിച്ചെന്ന് കോൺഗ്രസിന് പറയാനാകുമോ? മുഖ്യമന്ത്രിയുടെ അടുത്ത ചോദ്യം. പൗരത്വ ബില്ലിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ മറുപടി. ഈ സമയം സംഘടനാ ജനറൽ സെക്രട്ടറി അടുത്തിരുന്ന് ചിരിച്ചതായും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകളുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് ഈ രാമക്ഷേത്രത്തിൽ കയറാൻ പോയ കേസാണോ എന്നത് അദ്ദേഹം പരിശോധിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ മണിപ്പൂർ പ്രശ്നം വന്നപ്പോൾ ഒരു വിഭാഗത്തെ ഒരു തരത്തിലുള്ള വംശഹത്യ അതല്ലേ അവിടെ നടന്നത്? കോൺഗ്രസിന് പറയാൻ കഴിയോ ഞങ്ങളെ രാഹുൽ ഗാന്ധി ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ടായി, ഇതാ മുന്നിലുണ്ടായി? എന്തേ പറയാൻ പറ്റാത്തത്? കോട്ടെ, നിങ്ങളിൽ ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ? പൗരത്വ ഭേദഗതി എന്തിനാണ്? അത് മുസ്ലിമിനെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ്. അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്നൊരു നിയമമാണ്. കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, രാത്രി ആലോചിച്ചിട്ട് പറയാം. അപ്പോ അടുത്തു നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗാർഗയും പങ്കെടുക്കുന്നു. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ഷോയിൽ. മുബഷിർ പി അക്ബർ, വെരി ഗുഡ് ഈവനിങ്. രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിലേക്ക് വന്ന് അതും ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നത്? മുഖ്യമന്ത്രി ഉയർത്തുന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഇന്ത്യ മുന്നണി എന്ന ഒരു ഒറ്റ ഫ്രെയിം വർക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ, പക്ഷേ ഇവിടെ ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമിക്കുമ്പോൾ അതിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളും കടന്നു വരുന്നത് അത് തികച്ചും യാദൃശ്ചികമാണോ മുബഷിർ? സുജയ, യാദൃശ്ചികമല്ല. അത് ആ നിലയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു പ്രചാരണം എന്ന നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് വയനാട് മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലം പൊതു തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെയാണ് ഇത്തരമൊരു പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മണിപ്പൂരിലെ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെത്തി പ്രതിഷേധിച്ച വ്യക്തിയായിരുന്നു ആനി രാജ. അവിടെ പോയി പ്രതിഷേധിച്ചതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കണ്ടിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അല്ലാതെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളെ അവിടെ കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് നിലപാടില്ല എന്നൊരു വിമർശനത്തിലേക്കാണ് മുഖ്യമന്ത്രി വിരൽ ചൂണ്ടുന്നത്. പൗരത്വ ഭേദഗതി വിഷയത്തിലാണെങ്കിലും ആ നിലയിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് പൗരത്വ ഭേദഗതി വിജ്ഞാപനം ഇറങ്ങിയ സമയത്ത് ചോദ്യം ചോദിച്ചിരുന്നു. ആ ഒരു സമയത്ത് ചിരിച്ചുകൊണ്ട് രാത്രി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി ആ ഒരു ഘട്ടത്തിൽ അതിനെ പരാമർശമായി തന്നെ സൂചിപ്പിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഖാർഗെയോടൊപ്പം ഉണ്ടായിരുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അത് ചിരിക്കുകയായിരുന്നു. കേരളത്തിലെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് ആ ഒരു ചിരി എന്നാണ് മുഖ്യമന്ത്രി അതിനെ വിമർശിച്ചിരിക്കുന്നത്. ആ ഒരു ജനങ്ങളോടൊപ്പം കേരളത്തിലെ ഇടതു മുന്നണിയുണ്ട്. സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ MP-മാർ ലോക്സഭയിലെത്തിയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിനെതിരെയൊക്കെ തന്നെ കൃത്യമായ സംസാരിക്കുന്ന വ്യക്തികളായി തന്നെ അവരൊക്കെ തന്നെ ലോക്സഭയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം വോട്ട് അഭ്യർത്ഥന തന്നെ ചോദിക്കുന്നുണ്ട്. നിലമ്പൂരിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി വണ്ടൂരിലും ആ നിലയിലുള്ള പ്രസംഗം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണങ്ങളുടനീളം മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മതേതര വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ വയനാട് മണ്ഡലത്തിൽ കാണുന്നത്. അതേ